സച്ചിയുടെ പ്രശ്നം ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അയാൾ അങ്ങനൊരു മനുഷ്യനാ. ചിലപ്പോഴൊക്കെ അയാളുടെ നിയന്ത്രണം വിട്ടുപോകും. മുൻപ് പലതവണയും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 1-2 തവണ ഈ പ്രശ്നത്തിന് പോലീസ് സ്റ്റേഷനിലും കയറിയിട്ടുണ്ട്. ഇതാണ് ചെറിയ മാനസിക പ്രശ്നം. ഇത് മുഴു ഭ്രാന്ത. അവന്റെ ഭ്രാന്തിന് കൂട്ടു നിൽക്കാനുള്ള ആളാണോ നിന്റെ ഭാര്യ? എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കാവോ? വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. എടോ, ഞാൻ പറയുന്നത് കേക്ക്. കഴിഞ്ഞ 10 വർഷമായി അയാൾ ഇങ്ങനെയാ. അയാളുടെ വൈഫിന്റെ പേര് അർച്ചന എന്ന്. ആ സ്ത്രീയെയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് അയാൾ ജീവിക്കുന്നത്. അയാളുടെ അവസ്ഥ വളരെ ദയനീയവാ. അയാൾ കാരണം പൂജ മുടങ്ങി എന്നുള്ള സത്യമാ. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ അയാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല. കഴിഞ്ഞ 10 വർഷമായി അയാൾ ജീവിക്കുകയല്ല. സത്യം പറഞ്ഞ മരിച്ച് ജീവിക്കുന്ന ഒരാളാ സച്ചി. അയാളുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. നമുക്കതങ്ങ് ക്ഷമിക്കാം. ഇതാണോ ക്ഷമിക്കേണ്ടത്? ഇനി രണ്ടാമത് പൂജ നടത്താൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമോ? അമ്മേ, അല്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തിയാൽ ആരുടെയും സമനില തെറ്റിപ്പോവും. ഇവിടുത്തെ ഈ ദൈവികമായ ശക്തിയും അന്തരീക്ഷവും പൂജാ ചടങ്ങുകളിലെ മന്ത്രോച്ചാരണവും അവിടെ കണ്ട നിറങ്ങളും എല്ലാം ഒരു നിമിഷം അയാളുടെ മനസ്സിന്റെ താളം തെറ്റിച്ചിട്ടുണ്ടാവാം. അമ്മേ, നമ്മളെപ്പോഴാ വീട്ടിലേക്ക് പോകുന്നേ? നമുക്ക് പോവാം മോളെ, ഇപ്പൊ തന്നെ പോവാം. എന്തായാലും നമുക്ക് ഗുരുജിയോട് സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. വേണ്ട, ഇനി ആരോടും ഒന്നും സംസാരിക്കാനില്ല. നമുക്കിപ്പൊ തന്നെ പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. അമ്മ, വേഗം ഡ്രസ്സും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്യ. നമുക്ക് ഇറങ്ങണം. അമ്മേ, സമൃദ്ധ പറഞ്ഞു കേട്ടില്ലേ? വേഗം മുറിയിലേക്ക് ചെല്ലേ. പോയി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യ്. മോളെ, മോളും കൂടെ അച്ഛമ്മയോട് ചെല്ലേ. അമ്മേ, മോളെ കൂടി കൊണ്ടുപോകും. വാ മോളെ. എടോ, താനതൊക്കെ അങ്ങ് മറക്ക്. ഇതുകൊണ്ടൊന്നും നമ്മുടെ ലൈഫിനൊരു കുഴപ്പവും വരില്ല. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. എന്തിനും ഞാനില്ലേ കൂടെ. പോവാം, നമുക്ക് പോവാം.